എൻ്റെ കൂടെ പ്രമോദ് രാമൻ, മീഡിയ വൺ എഡിറ്റർ, ഒപ്പം എഴുത്തുകാരൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. പ്രമോദ്, ഇപ്പോൾ നേരത്തെ സംസാരിച്ച പലരും ചൂണ്ടിക്കാണിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം, ഏതൊക്കെ തലമുറകൾ MT അനുഭവിച്ചു, അവരുടെ സ്വന്തം എഴുത്തുകാരൻ, അവരുടെ ജീവിത വ്യഥകളെ തിരിച്ചറിഞ്ഞ ഒരാൾ, അവരുടെ സ്നേഹത്തെക്കുറിച്ച്, സ്നേഹനഷ്ടങ്ങളെക്കുറിച്ച്, അവരുടെ ആന്തരിക സംഘർഷങ്ങളെക്കുറിച്ച് ഒക്കെ ശരിയാവണ്ണം മനസ്സിലാക്കിയത് പ്രതിഫലിപ്പിച്ച ഒരാൾ നിലയ്ക്ക് എല്ലാ തലമുറകളും അദ്ദേഹത്തെ ഏറ്റെടുത്തു. അദ്ദേഹവും തലമുറകളുടെ ചുവരെഴുത്ത് വായിച്ച് സഞ്ചരിച്ച ഒരാളാണ് എന്നാണ്. ആ നിലയ്ക്കൊക്കെയും MT എന്തുമാത്രം വലിയ പ്രചോദനവും ആശ്വാസവും സ്നേഹവും ഒപ്പം വലിയ മോഡലും ഒക്കെ ആയിരുന്നു നമുക്ക്, മലയാളിക്ക്, ഒപ്പം മലയാളി എഴുത്തു ലോകത്തിന്. എന്താണ് താങ്കളുടെ ഒരു അനുഭവം? എന്താണ് MT വായനയിൽ കിട്ടിയ ഒന്ന്? നിഷാദ്, സത്യത്തിൽ MTയെ നമ്മളിപ്പോ ഉറൂബിനെയൊക്കെ ചെറുപ്പകാലത്ത് വായിക്കുന്നുണ്ട്, ബഷീറിനെ വായിക്കുന്നുണ്ട്, അങ്ങനെ പലരുമുണ്ട്, SKയുടെ കൃതികൾ വായിക്കുന്നുണ്ട്. എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും നമ്മളെ ഉള്ളാതെ സ്വാധീനിക്കുന്ന ഒരു കാൽപ്പനികതയുടേതായിട്ടുള്ള വലിയ ഒരു സ്വാധീനത്തിലൂടെ നമ്മളെ നയിക്കുന്ന, നമ്മളെ ദീർഘകാലത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു അനുഭവം MTയുടെ കൃതികളിലൂടെയാണ് ഉണ്ടാവുന്നതെന്ന് പറയാം. ഇപ്പോ നമ്മുടെ നാലുകെട്ട് പോലെ കൃതി വായിക്കുന്നത് വളരെ ചെറുപ്പത്തിലാണ്. അത് ആ സന്ദർഭത്തിൽ തന്നെ നമ്മള് പുണ്യ എന്ന് പറയുന്ന കഥാപാത്രം നമ്മുടെ ഉള്ളിൽ തരുന്ന ഒരു വല്ലാത്തൊരു ആഘാതമുണ്ട്. ആ ആഘാതം പിന്നീട് ഒരിക്കലും നമുക്ക് പോകുന്നില്ല. അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് MTയുടെ ഏത് കൃതിയായാലും. ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ രണ്ടാമൂഴത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങുകയായിരുന്നു. രണ്ടാമൂഴം യഥാർത്ഥത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്ന മലയാള സാഹിത്യത്തിലെ ഒരു സംഭവമായിരുന്നു. നമ്മള് ഇപ്പോ PK ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് പറയുന്ന കൃതിയുമായിട്ട് പലപ്പോഴും താരതമ്യം ചെയ്യപ്പെടാറുണ്ട് രണ്ടാമൂഴം. ഏതാണ് കൂടുതൽ മഹത്തരം എന്നുള്ള കാര്യത്തിലൊക്കെ. അതൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെയും രണ്ടാമൂഴം എന്ന കൃതി ഇല്ലെങ്കിൽ മലയാള സാഹിത്യം ഇല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് നമ്മൾ അങ്ങനെ തന്നെ കാണണം. കാരണം വെച്ചാൽ അത്രയ്ക്ക് അനിവാര്യമായ ഒരു കൃതിയായിരുന്നു. മഹാഭാരതത്തെ ഭീമന്റെ കാഴ്ചയിലൂടെ കാണുക എന്ന് അത് മാത്രമായിരുന്നില്ല അതിലൂടെ സംഭവിക്കാവുന്ന ഒരു പുനരാഖ്യാനം, മഹാഭാരത കഥയ്ക്ക് വരാവുന്ന ഒരു പുനരാഖ്യാനം, ദ്രൗപദിയും ഭീമനും തമ്മിലുള്ള ബന്ധത്തെ, അല്ലെങ്കിൽ എപ്പോഴും ഭീമൻ തന്നെയായിരുന്നു ദ്രൗപദിയുടെ രക്ഷയ്ക്ക് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നത് എന്ന് കാണുമ്പോൾ തന്നെ അർജുനനോട് ദ്രൗപദിക്ക് തോന്നിയിരുന്ന ഒരു അധിക ഇഷ്ടം, ആ പ്രണയം, അത് തന്റെ നഷ്ടമാണ് എന്ന് ഭീമൻ മനസ്സിലാക്കുന്നതും ഓരോ ഘട്ടത്തിലും രണ്ടാമൂഴക്കാരനായി മാറുന്നതിന്റെ ഒരു പ്രയാസവും ഒക്കെ പ്രതിഫലിക്കുന്ന ഒരു കൃതി. അത് മാത്രമല്ല, അത് ഇപ്പോ മഹാഭാരതത്തിന് അങ്ങനെ ഒരു ആഖ്യാനം നൽകിയപ്പോൾ വന്നു ചേരാവുന്ന വിമത സ്വഭാവം ഉണ്ടല്ലോ. അത് നമുക്കറിയാം. ഈ അടുത്ത കാലത്ത് നിഷാദ് തന്നെ ഓർക്കുന്നുണ്ടാവും. മഹാഭാരതം രണ്ടാമൂഴം സിനിമയാക്കുന്ന ഒരു സംഗതിയെ കുറിച്ച് ആലോചിച്ച ഘട്ടത്തിൽ അത് മഹാഭാരതം എന്ന നിലയിൽ സിനിമയാക്കാൻ കഴിയില്ല, അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഹിന്ദുത്വവാദികൾ രംഗത്ത് വന്നത് നമ്മൾ ഓർക്കുന്നുണ്ടാവും. കാരണം അവർക്ക് മഹാഭാരതം എന്ന് പറയുമ്പോൾ ഉണ്ടാകാവുന്ന അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്താ പറയാ, ഇതിഹാസം എന്ന നിലയ്ക്ക് മാത്രമല്ല അല്ലാതെയുള്ള അവരുടെ കാഴ്ചപ്പാടുകളോട് ചേർന്ന് പോകുന്നതായിരിക്കില്ല MTയുടെ ഈ കൃതി എന്നതാണ്. അപ്പൊ ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഒരു വിമത ശബ്ദം, ഇപ്പൊ ചന്തുവിനെ വടക്കൻ വീരഗാഥയിലൂടെ അവതരിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അതുവരെയും നമ്മൾ ചതിയൻ ചന്തു എന്ന നിലയിൽ കണ്ടിരുന്ന ഒരു ക്യാരക്ടറിനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയാണ്, അയാളെ നായകനാക്കുന്നു. അപ്പോൾ ചന്തുവിന് സംഭവിച്ചിരിക്കാവുന്ന അതുവരെയും ആരും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത തരത്തിലുള്ള ഒരു കഥാരൂപവും പുറത്തേക്ക് വരികയാണ്. ഇത് തന്നെയാണ് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നാലുകെട്ടിലായാലും ഈ നാലുകെട്ടുകളുടെ പ്രാഗൽഭ്യവും അതിന്റെ സവർണതയും അതിന്റെ വലിയ തോതിലുള്ള ആഡംബരങ്ങളും അങ്ങനെയുള്ള ജീവിതത്തെ കുറിച്ചൊക്കെ മുമ്പൊക്കെ എഴുതപ്പെട്ടിരുന്നെങ്കിൽ ആ എഴുത്തിനെ സമ്പൂർണമായും ഒരു അടിത്തളിക്കാരിയുടെ മകനെ കഥാപാത്രമാക്കിയിട്ടുള്ള നായകനാക്കിയിട്ടുള്ള എഴുത്തിലേക്ക് കൊണ്ടുവരികയും ഫ്യൂഡലിസത്തിന്റെ ഒരു നഷ്ടബോധങ്ങളെ ചരിത്രവൽക്കരിക്കുകയൊക്കെ ചെയ്ത കൃതി നാലുകെട്ടാണ്. അപ്പൊ ആ നിലയ്ക്കാണ് എപ്പോഴും MTയുടെ സംഭാവനകൾ നമ്മൾ കാണേണ്ടത് മലയാള സാഹിത്യത്തിൽ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർഗാത്മക ചരിത്രം എഴുത്തായിരുന്നു ഒരു അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ. അപ്പൊ കഥകളുടെ കാര്യം പറയുകയാണ്, ദാറസ്ഥലം പോലൊരു കഥ എന്ന് പറയുന്നത് ചെറുതും മനോഹരവുമാണ്. നിന്റെ ഓർമ്മയ്ക്ക് ചെറുതും മനോഹരവുമാണ്. അങ്ങനെയുള്ള ചെറുകഥാ സാഹിത്യത്തിന്റെ അതിന്റെ മനോഹാരിത സമ്പൂർണമായും പുറത്തു കൊണ്ടുവന്ന കഥകളാണ്. സ്വർഗം തുറക്കുന്ന സമയം എന്ന് പറഞ്ഞ കഥ, അല്ലെങ്കിൽ ഈ കുട്ടിയേടത്തി എന്ന് പറയുന്ന കഥ, ഇതെല്ലാം തന്നെ വളരെ ലളിതമായും ചെറുതായും എഴുതപ്പെടുകയും ചെറുകഥാ സാഹിത്യം എന്നതിന്റെ അതിന്റെ സ്വഭാവത്തിൽ ഏറ്റവും നിർണായകമായ ചില അളവുകോലുകൾ
മാതൃകാ ചെറുകഥകളെന്ന് നമുക്ക് വിളിക്കാവുന്ന തരത്തിലുള്ള ഒരു സൃഷ്ടികളായി മാറുകയും ചെയ്തു. അതുകൊണ്ട് MT എന്ന് പറയുന്നത് നമ്മള് സാഹിത്യത്തെ, മലയാള സാഹിത്യത്തെ ആകെ വിലയിരുത്തുമ്പോൾ MTയുടെ സ്ഥാനം എന്ന് പറയുന്നത് എപ്പോഴും ഒരു അതിന്റെ മധ്യത്തിലാണ്. MTയെ ചുറ്റിപ്പറ്റിയൊക്കെ ഉണ്ട്. ജ്ഞാനപീഠം നേടിയ സാഹിത്യകാരൻ എന്ന നിലയിൽ MTയെ കുറിച്ച് പുകഴ്ത്തുക എന്നതല്ല നമ്മളിപ്പോൾ കാണേണ്ട ഒരു കാര്യം. അല്ലെങ്കിൽ അതുപോലെ ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയ ഒരാളെന്ന നിലയിൽ കാണുന്നതല്ല. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും തന്നെ എഴുത്തുകാരനാക്കുന്നില്ല എന്ന് MT പറയുന്നുണ്ട്. MT ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യം എപ്പോഴും നമ്മൾ ഓർക്കാറുണ്ട്. അതായത് ഇപ്പോഴും സ്വയം എഴുത്തുകാരനെന്ന് വിളിക്കാൻ അദ്ദേഹത്തിന് പ്രയാസമുണ്ട്, അദ്ദേഹം മടിക്കുന്നു എന്നാണ്. കാരണം എഴുത്തുകാരൻ എന്ന് പറയുമ്പോൾ ഉണ്ടാകാവുന്ന വിശാലാർത്ഥത്തിലെ അതിന്റെ ഒരു അങ്ങേയറ്റത്തെ ഉയരം നിൽക്കും. ഇപ്പൊ അദ്ദേഹം ഹെമിംഗ്വേയെ കുറിച്ച് പറയുമ്പോൾ ഹെമിംഗ്വേയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. കിഴവനും കടലും എന്ന കൃതിയുടെ അപാരതയെക്കുറിച്ച് MT എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം ലോക സാഹിത്യകാരന്മാരെ എഴുതിയിട്ടുണ്ട്. അതിലൊക്കെ അദ്ദേഹം കാണിച്ചിട്ടുള്ള ഒരു ആദരം അത് നമുക്ക് കാണാവുന്നതാണ്. അത് ഇങ്ങേയറ്റത്ത് ഇപ്പൊ ലോക സാഹിത്യത്തിൽ ഇന്ന് എമ്പാടുമുള്ള എഴുത്തുകാരെ അദ്ദേഹം സ്മരിക്കും, അദ്ദേഹം വായിക്കും. അതാണ് ഏറ്റവും കൂടുതൽ, ഏറ്റവും പുതിയ എഴുത്തുകൾ വരെ വായിച്ചിരുന്ന ഒരു സാഹിത്യകാരൻ ആണ് MT എന്ന് കാണാം. അല്ലാതെ അദ്ദേഹം ഏതോ കാലത്ത് എഴുത്തിലൂടെ സ്വയം അതിൽ അഭിരമിച്ച് ജീവിച്ച ഒരാളല്ല. ഏറ്റവും ആധുനികവും ഏറ്റവും പുതിയതുമായ കൃതികൾ വായിക്കുക, അതിൽ നിന്നും പോലും എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക തുടങ്ങിയ വളരെ വിനയപൂർവമുള്ള ഒരു അക്ഷര സമസ്യ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ കാണേണ്ടി വരും. അപ്പോ MT എന്ന് പറഞ്ഞാൽ നമ്മള് സാധാരണ നിലയ്ക്ക് ഏതൊരു എഴുത്തുകാരനും ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ എഴുത്തുകാരൻ്റെയും സാന്നിധ്യം കൊണ്ടുണ്ടാകാവുന്ന ചില സംഭാവനകൾ മാത്രമല്ല, ഗതിവിഗതികൾ നിശ്ചയിച്ച, മലയാള സാഹിത്യത്തിന്റെ ഗതിവിഗതികൾ നിശ്ചയിച്ച, അതുവഴി ഇന്ത്യൻ സാഹിത്യത്തിന് വലിയ തോതിലുള്ള ഒരു സംഭാവനകൾ പകർന്നു നൽകിയ ഒരു മഹാസാഹിത്യകാരൻ എന്ന നിലയിൽ വേണം നമ്മൾ MTയെ കാണാൻ.